എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ അമേരിക്കൻ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കകം നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള രാജ്യമായിട്ടുള്ള അമേരിക്കയുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മോടുകൂടെ നമ്മുടെ സുഹൃത്ത് അമേരിക്കയിൽ നിന്ന് എല്ലാ വർഷവും നമ്മൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട്, ശ്രീ വിൻസെന്റ് പാലത്തിങ്കലിനെ ഞാൻ ഈ പ്രേക്ഷകർക്കായിട്ട് ക്ഷണിക്കുകയാണ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ഡോക്ടർ ജോസ്. അവിടെ ഗുഡ് ഈവനിങ് ആയിരിക്കും, അല്ല അവിടെ ഗുഡ് മോർണിംഗ് ആയിരിക്കും, ഒരു പക്ഷേ ഇവിടെ ഗുഡ് ഈവനിങ് ആയി, ഇവിടെ രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നമ്മുടെ പിന്നെ ട്രംപ്, കമല ഹാരിസ്, ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു താരതമ്യേനം വെച്ച് നോക്കുമ്പോഴത്തേക്കും പലതരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സുകൾ നമുക്ക് വരുന്നത് കാണാം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ്? ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഞാനൊരു ട്രംപ് സപ്പോർട്ടറാണ്. ചെയ്യുന്നു ഞങ്ങളുടെ കണക്കൂട്ടൽ അനുസരിച്ച് ട്രംപ് ഇലക്ട്രൽ കോളേജിൽ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എല്ലാ സ്റ്റേറ്റിലും ടൈറ്റ് ആയിരിക്കും, പക്ഷേ ഈ 7 സ്വിംഗ് സ്റ്റേറ്റിലും ട്രംപിന് അനുകൂലമായ ഒത്തിരി ഘടകങ്ങളുണ്ട്. അപ്പം നാച്ചുറലി ആ സ്റ്റേറ്റുകൾ വരെ ഫ്രോഡും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ട്രംപിന് കിട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രൽ കോളേജിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങളുടെ കണക്കൂട്ടൽ. 300 above. ഓക്കെ. നിങ്ങൾ പിന്നെ ഈ കഴിഞ്ഞ ദിവസത്തെ നിങ്ങളുടെ ആ ഒരു ഇലക്ഷൻ പ്രോഗ്രാമിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് പബ്ലിക് ഡെബിറ്റ് ബൈഡന്റെ സമയത്ത് കൂടിയെന്നുള്ളതാണ്, അത് നേരാണോ? അത് തീർച്ചയായിട്ടും നമ്മുടെ കോവിഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളിലും ബൈഡൻ വന്ന ശേഷം കൂടുതൽ ഡെഫിസിറ്റ് കൂട്ടി, ഒത്തിരി ഒരു ഡെഫിസിറ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടുവന്ന ആക്ടിനകത്തും $3 trillion ഡെഫിസിറ്റാണ് കൂട്ടിയത്. അപ്പോൾ വളരെ മോശമാണ്, എക്കണോമിയുടെ സിറ്റുവേഷൻ വളരെ മോശമാണ് രാജ്യത്ത്. എല്ലാ സാധനങ്ങൾക്കും ഭയങ്കരമായിട്ട് വില കൂടി, ബോർഡറിലാണെങ്കിൽ വലിയ ക്രൈസിസ്, ലോകം മുഴുവൻ വാറുകൾ. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളുള്ളൊരു സങ്കീർണമായ സാഹചര്യത്തിൽ ഒരിക്കലും ഒരു ഇൻകുംബന്റ് ഒരു ഗ്രൂപ്പിന്, ഒരു പാർട്ടിക്ക്, ഒരു പ്രസിഡന്റിന് തിരിച്ചധികാരത്തിൽ വരിക എന്നുള്ളത് സാധാരണഗതിയിൽ വളരെ ദുസ്സഹമാണ്. ഇതിപ്പോൾ ട്രംപ് ആയതുകൊണ്ടും ഈ ട്രംപിന്റെ പേരിൽ ഇവർ ഇങ്ങനത്തെ ചാർജുകൾ, ഇങ്ങനെ ഫാസിസ്റ്റ് ആണ്, റേസിസ്റ്റ് ആണ്, ഓട്ടോക്രാറ്റ് ആണ്, അങ്ങനെയുള്ള ചാർജുകളൊക്കെ ചാർത്തി അദ്ദേഹത്തെ വളരെ മോശം ഒരാളായിട്ട് ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവർക്കൊരു ലൈഫ് എങ്കിലും ഉള്ളത്. അതല്ലെങ്കിൽ വേറെ ഏത് റിപ്പബ്ലിക്കൻ കാൻഡിഡേറ്റ് ആണെങ്കിലും ഇതൊരു 2 മാസത്തിന് മുമ്പ് തീർന്ന ഇലക്ഷനാണ്. ബിക്കോസ് അത്രയ്ക്ക് മോശമാണ് രാജ്യത്തെ സിറ്റുവേഷൻ. അപ്പൊ ഇത്രയും മോശം ഒരു സാഹചര്യത്തിൽ ഒരു ഇൻകംബന്റിന് ഒരിക്കലും വന്ന് വോട്ട് ചോദിച്ച് തിരിച്ച് 2ാമത് അധികാരത്തിൽ വരിക എന്നുള്ളത് അത്ര എളുപ്പമല്ല. പക്ഷേ ഇപ്പൊ ട്രംപിന്റെ ഈ ഇവർ പറഞ്ഞിട്ടുള്ള അക്യൂസിയേഷൻസ്, ഈ ഓട്ടോക്രാറ്റ് ആണെന്നുള്ളതും റേസിസ്റ്റ് ആണെന്നുള്ളതും നാസി ആണെന്നുള്ളതും അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്തോരം ജനങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കും, അല്ലെങ്കിൽ അതിലെന്തോരം കഴമ്പുണ്ട്. പിന്നെ ഈ വിമൻസ് ഇഷ്യൂ, ദി അബോർഷൻ ഇഷ്യൂ, അതും ഒരു വളരെ തെറ്റിദ്ധാരണജനകമായിട്ടുള്ളൊരു പ്രചാരണമാണ് ഡെമോക്രാറ്റ് പാർട്ടി നടത്തുന്നത്. അതായത് ട്രംപ് വന്നു കഴിഞ്ഞാൽ നാളെ തുടങ്ങിയ അബോർഷൻ ഒന്നും അമേരിക്കയിൽ സാധ്യമാവില്ല. ട്രംപ് ആണ് 3 സുപ്രീം കോടതി ജഡ്ജിമാരെ വെച്ച് അബോർഷൻ സുപ്രീം കോടതി വഴി നാഷണൽ വൈഡ് നിരോധിക്കാനുള്ള ശ്രമമാണ്. ഇത്തരം കാര്യങ്ങളൊന്നും യാഥാർത്ഥ്യമുള്ള കാര്യങ്ങളല്ല. അപ്പൊ ഈ നുണപ്രചരണത്തിലൂടെ ഈ 2 ഇഷ്യൂസ്, വിമനും ഈ ട്രംപിനെ പറ്റിയുള്ള പേഴ്സണൽ ആയിട്ടുള്ള അക്യൂസിയേഷൻസും, ഈ 2 കാര്യങ്ങളും കൊണ്ട് മാത്രമാണ് എന്തെങ്കിലും ഒരു സംശയം ഇക്കാര്യത്തിലുള്ളത്. അതല്ലെങ്കിൽ ഇതൊരു ആന്റി ഇൻകുംബൻസി വോട്ടായിരിക്കും. നമ്മുടെ കമല ഹാരിസും പിന്നെ ട്രംപുമായിട്ട് കമല ഹാരിസ് 48%, ട്രംപ് 47 ഒരു ഇതാണ് സൊണ്ടാജോ, അവരുടെ പബ്ലിക് ഇതിനെക്കുറിച്ച് ഞാൻ ഈ ദിവസങ്ങളിൽ എവിടെയോ വായിക്കുകയുണ്ടായി. ഇത് ആരുടെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. എങ്കിൽ തന്നെ അങ്ങനെയുള്ളൊരു ലിറ്റിൽ ഡിഫറൻസിനാണ് പല സ്റ്റേറ്റുകളിൽ നിൽക്കുന്നതെന്നുള്ളതാണ്. പക്ഷെ താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ട്രംപ് ജയിക്കുമെന്നല്ലേ? അതായത് ഈ നാഷണൽ ലെവലിലുള്ള പോളിൽ ഇപ്പൊ നമുക്ക് 2016 ഹിലരി ക്ലിന്റൺ ആയിരുന്നു നാഷണൽ ലെവലിൽ ടോട്ടൽ പോപ്പുലർ വോട്ട് കൂടുതൽ. പക്ഷേ അമേരിക്കയിൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടാണ്. ഇറ്റ്സ് എ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി. എല്ലാ സ്റ്റേറ്റുകൾക്കും കൂടെ വോയിസ് ഉണ്ട്. ഏറ്റവും പോപ്പുലസ് ആയിട്ടുള്ള കാലിഫോർണിയ, ടെക്സസ് അല്ലെങ്കിൽ ന്യൂയോർക്ക്, ഇലിനോയി അല്ല ഇവിടെ ഡിസിഷൻ എടുക്കുന്നത്. എല്ലാ സ്റ്റേറ്റുകൾക്കും ഈക്വൽ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ബേസിസിൽ നോക്കുമ്പോൾ പോപ്പുലറായിട്ട് ഈ 48-47 ട്രംപിന് ഒരു പോയിന്റ് കുറവാണെന്ന് പറഞ്ഞാലും ഈ സ്വിംഗ് സ്റ്റേറ്റുകളുടെ 7 സ്വിംഗ് സ്റ്റേറ്റുകളുടെ സിറ്റുവേഷനാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ആ സിറ്റുവേഷനിൽ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നത് അവിടുത്തെ കാര്യങ്ങൾ ട്രംപിന് അനുകൂലമാണ്. ബിക്കോസ് ഇതൊന്നും അത്ര ഹാർഡ് കോർ ഡെമോക്രാറ്റ് ഏരിയ അല്ല. അപ്പൊ അവിടെ അൺഎംപ്ലോയ്മെന്റിന്റെ പ്രശ്നങ്ങളും ട്രംപിനോടുള്ള ജനറൽ ആയിട്ടുള്ള സപ്പോർട്ടും, പെർസെന്റേജ് വൈസ് മൈനോറിറ്റീസ് ജനറലി പെർസെന്റേജ് കുറഞ്ഞ സ്റ്റേറ്റുകളാണ്. അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ആ സ്വിംഗ് സ്റ്റേറ്റുകളിൽ ട്രംപിന് അനുകൂലമായിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ കണക്കുകൂടൽ. അപ്പോൾ നാഷണൽ പോളിൽ ചിലപ്പോൾ പോപ്പുലർ വോട്ട് ട്രംപിന് കുറവാകാൻ സാധ്യതയുണ്ട് ഇപ്രാവശ്യം 2016 പോലെ തന്നെ. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഹി വിൽ ഹാവ് മോർ
opportunities in the swing states to get more electoral college votes. ഓക്കെ. And that's who is going to be, coming out on top. ബൈഡൻ ഗവൺമെന്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും വേറൊരു കാര്യം, അവിടെ ഇൻഫ്ലേഷൻ 20% കൂടിയെന്ന് പറയുന്നു. അതുപോലെ തന്നെ കുട്ടികൾ സ്റ്റുഡൻസ് ഫൊർഗീവ് ലോൺ, സ്റ്റുഡൻസ് ലോൺ അദ്ദേഹം അത് തള്ളാമെന്ന് പറഞ്ഞിട്ട് അത് ഒരിക്കലും നടപ്പിലാക്കാൻ ആർക്കും തന്നെ അതിൻ്റെ ഗുണങ്ങൾ കിട്ടിയിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ്. പക്ഷേ താങ്കളെ സംബന്ധിച്ചിടത്തോളം ഈ കമലാ ഹാരിസ് ഇന്ത്യൻ ഒറിജിൻ എന്ന നിലയ്ക്ക് താങ്കൾക്ക് കമലാ ഹാരിസിനോട് എന്താണ് ഒരു പ്രതിബദ്ധതയില്ലാത്തത്? നമുക്ക് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് നമുക്കൊരു പ്രതിബദ്ധത തോന്നുന്നുണ്ടോ? ഒന്നുമില്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യക്കാരിവിടെ പൊതുവെ വളരെ സ്മാർട്ടായിട്ടുള്ള ആൾക്കാരാണെന്നുള്ളൊരു പേരാണ് അമേരിക്കയിൽ ഉണ്ടായിരുന്നത്. നമുക്ക് ജനറലി സ്പീക്കിംഗ് എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, കഴിവുള്ള ആൾക്കാർ, പറയുന്നതിനകത്ത് സബ്സ്റ്റൻസ് ഉള്ള ആൾക്കാർ. ആ കമലാ ഹാരിസ് ഈ പൊളിറ്റിക്സിനകത്ത് നമ്മളുടെ ആ ഒരു നല്ല പേര് മുഴുവൻ കളഞ്ഞു കുടിച്ചൊരു വ്യക്തിയാണ്. അവർ പറയുന്നതിനകത്ത് ഒരു സബ്സ്റ്റൻസും ഇല്ല, ചുമ്മാ കംപ്ലീറ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ഇങ്ങനെ പറയുന്നു. വേർഡ് സാലഡ് എന്നാണ് അവരുടെ പ്രസംഗത്തിന് തന്നെ ആൾക്കാർ വിളിക്കുന്നത്. ദർ ഇസ് നോ സബ്സ്റ്റൻസ് ആൻഡ് ഷീ ഡസന്റ് ഓൺ അപ്പ് എനിത്തിങ് ദാറ്റ് ഷീ സേസ്. ഇന്നൊരു ദിവസം കാര്യം പറഞ്ഞു, നാളെ അതല്ല ഇലക്ഷൻ ജയിക്കാൻ സാധ്യത എന്ന് പറഞ്ഞാൽ നാളെ അത് മാറ്റി പറയുന്നു. അപ്പോൾ ഒരു ഇന്ത്യൻ അമേരിക്കൻ എന്നുള്ള രീതിയിൽ നമ്മളെ അഭിമാനിതരാക്കാനുള്ള ഒരു കാര്യങ്ങളും കമലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. ഇനി നമ്മൾ ഇന്ത്യൻ റിലേഷൻസ് എടുത്തു എന്ന് വിചാരിക്കുക. കമല ഹാരിസ് ഇന്ത്യയുടെ ആ ഒരു അവിടെ വളർന്നു വരുന്ന ശക്തിയിൽ വളരെ നെഗറ്റീവായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിട്ടുള്ള ആളാണ്. ഇപ്പം പാകിസ്ഥാനുമായിട്ടുള്ള പല കാര്യങ്ങളിലും പല ഇഷ്യൂസിലും കമലാ ഹാരിസ് പാകിസ്ഥാന്റെ കൂടെയാണ്. ഇപ്പൊ കാശ്മീർ ഇഷ്യൂ സെറ്റിൽഡ് ആയെന്ന് കമലാ ഹാരിസ് വിശ്വസിക്കുന്നില്ല. അവിടെ ഇപ്പോഴും അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങളുണ്ട്, അവരെ ഞാൻ ടേക്ക് കെയർ ചെയ്യും എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് കമലാ ഹാരിസ് പലപ്പോഴും നടത്തിയിട്ടുള്ളത്. അപ്പൊ കമലാ ഹാരിസ് ഒരിക്കലും ഒരു ഇന്ത്യക്ക് നല്ലൊരാളല്ല. പിന്നെ നമുക്കിപ്പോൾ ഇന്ത്യക്കാരുടെ കളർ നോക്കി നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റില്ലല്ലോ. നമ്മൾ നാട്ടിലെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഇത്ര രാഷ്ട്രീയക്കാരുണ്ട്, അവരുടെ എല്ലാം കളർ നമ്മുടെ കളർ തന്നെയല്ലേ, അവരുടെ എല്ലാം റേസ് നമ്മുടെ റേസ് തന്നെയല്ലേ, അവരെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അപ്പോൾ പൊളിറ്റിക്സിൽ ഒരിക്കലും നമ്മൾ ഈ സ്കിൻ കളർ നോക്കി പോകുന്നതിനകത്ത് യാതൊരു അടിസ്ഥാനം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രാജ്യത്തിന് ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആവാൻ വേണ്ടിയാണ് അവർ മത്സരിക്കുന്നത്, ആ രാജ്യത്തിന്റെ നന്മ വേണം. ഇന്ത്യൻ അമേരിക്കൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഇന്ത്യയോട് ഒരു പ്രതിബദ്ധതയുണ്ട്, ഇന്ത്യയുടെ കാര്യങ്ങൾ നന്നായിട്ട് പോകണമെന്നൊരു ആഗ്രഹമുണ്ട്, ഞങ്ങൾ അമേരിക്കൻസ് ആണെങ്കിൽ പോലും. അപ്പോൾ അതിനകത്തും കമല ഹാരിസ് നന്നായിട്ട് ഷോ ചെയ്യുന്നില്ല. കമല ഹാരിസ് ഇന്ത്യക്ക് എതിരാണ്, പല കാര്യങ്ങളിലും ഇന്ത്യക്ക് എതിരാണ്. അപ്പൊ നാച്ചുറലി ഒരു ഇന്ത്യൻ അമേരിക്കൻ എന്നുള്ള രീതിയിൽ എനിക്ക് കമലയോട് യാതൊരു രീതിയിലുള്ള താല്പര്യവും തോന്നേണ്ട യാതൊരു ആവശ്യമില്ല. തീർച്ചയായിട്ടും അങ്ങയുടെ വീക്ഷണം വളരെ യുക്തവും യാഥാർത്ഥ്യവുമാണ്. വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ കൂടെ ഇപ്പോൾ ട്രംപിൻ്റെ കൂടെ നമ്മളുടെ വിവേക് ഒരു പ്രോമിസിങ് ലീഡറാണ്. അദ്ദേഹത്തിൻ്റെ ശക്തമായിട്ടുള്ള ആ ഒരു ഇൻ്റർവെൻഷനെ ട്രംപ് തന്നെ പലപ്പോഴും പ്രകീർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എങ്ങനെയാണ് നമുക്ക് ഒരു ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? വിവേക് രാമസ്വാമി ഒരു ഇന്റലക്ച്വൽ ആണ്. അപ്പൊ ഞങ്ങളുടെ സൈഡിൽ, ഞങ്ങളുടെ കൺസർവേറ്റീവ് സൈഡിൽ ഈ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞങ്ങളുടെ പ്രിൻസിപ്പിൾസ് പറഞ്ഞു കൊടുക്കാൻ ഇത്രയും കഴിവുള്ളൊരു ആളിപ്പം വേറെ ഇല്ല റിപ്പബ്ലിക്കൻ അല്ലെങ്കിൽ ഒരു കൺസർവേറ്റീവ് സൈഡിൽ. ഇപ്പം ഈ കൺസർവേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണഗതിയിൽ ഒരു ഹാർട്ട് അധികം കാണിക്കാൻ പറ്റാത്തൊരു പ്രിൻസിപ്പിളാണ്. നമുക്കിപ്പോൾ ഇമിഗ്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നാച്ചുറലി പറയാം, അവരെല്ലാം കഷ്ടപ്പെടുന്നവരാണ്, സഹിക്കുന്നവരാണ്, അവരെല്ലാം നമുക്ക് ടേക്ക് കെയർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവർക്കും മനസ്സിലാവുന്ന ഹൃദയത്തിന്റെ ഭാഷയാണ്. പക്ഷേ ബ്രെയിനിന്റെ ഭാഷയിൽ അത് ലോജിക്കലായിട്ട് എങ്ങനെ ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും, അതിന്റെ ലോജിക്ക് എന്താണ് എന്നുള്ള കാര്യങ്ങളിൽ ഇപ്പൊ ഞാൻ വളരെ ഒരു റിസോഴ്സ്ഫുൾ ആയിട്ട് കരുതുന്ന ഒരാളാണ് വിവേക് രാമസ്വാമി. എനിക്കൊരു സംശയം ഉണ്ടെങ്കിൽ ഞാൻ പുള്ളിക്ക് ആ കാര്യത്തിലുള്ള സ്റ്റാൻസ് ഞാൻ സ്റ്റഡി ചെയ്ത് കഴിയുമ്പോൾ എനിക്കത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നു എന്താണ് ഇഷ്യൂ. അപ്പം വിവേക് രാമസ്വാമി ഈസ് എ വെരി പ്രോമിസിങ് ഫിഗർ. ഇപ്പൊ പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ പുള്ളി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളാണ്. ഇപ്പൊ ട്രംപിനെ പോലെ തന്നെയുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് വിവേകിന്റെ പേഴ്സണാലിറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ പുള്ളി ഹിന്ദു ആണെന്നുള്ള അപ്പൊ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിന്റെ വോട്ട് പുള്ളിക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പം ഇലക്ഷനിയറിംഗിൽ പുള്ളി എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളതല്ല ഞാനീ പറയുന്നത്. പക്ഷേ ഒരു കൺസർവേറ്റീവ് സൈഡിലെ ഏറ്റവും ഇന്റലക്ച്വൽ ആയിട്ടുള്ള അറ്റ് ദ സെയിം ടൈം നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും ഭംഗിയായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ഒരു ലീഡറാണ് വിവേക് രാമസ്വാമി. പിന്നെ അത് വേറൊന്നുള്ളത്, ഇന്ത്യക്കാരനെ സംബന്ധിച്ച് നമ്മൾ ഈ ബ്രൗൺ കളർ ഉള്ളവരും ഡാർക്ക് കളർ ഉള്ളവരും എല്ലാം ഡെമോക്രാറ്റിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു മിത്ത് ഇപ്പൊ എന്നെ പോലുള്ള ആൾക്കാർ പ്രവർത്തിക്കുമ്പോൾ അതിന് കുറച്ചൊക്കെ ഒരു റീച്ച് ഉണ്ട്. നമ്മുടെ ഇമ്മീഡിയറ്റ് കമ്മ്യൂണിറ്റീസിൽ ഇപ്പോൾ മലയാളികളുടെ എനിക്കൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഗ്ലോബലായിട്ട് അതിനകത്ത് യാതൊരു കാര്യമില്ല, സ്കിൻ കളർ അല്ല നമ്മുടെ രാജ്യത്തിന്റെ കാര്യമാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ള മെസ്സേജ് സ്പ്രെഡ് ചെയ്യാനായിട്ട് വിവേകിന്റെ പ്രസൻസ് തന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അപ്പൊ നാച്ചുറലി വി ആർ ഓൾ വെരി ഹാപ്പി ദാറ്റ് വിവേക് ഈസ് ഓൺ അവർ സൈഡ് ആൻഡ് വിവേക് ഈസ് ടോക്കിംഗ്. നമ്മളുടെ ഈ യുദ്ധങ്ങളെ കുറിച്ച് പറയുമ്പോഴത്തേക്കും, ഈ യുദ്ധങ്ങൾ ട്രംപ് ജയിക്കുകയാണെങ്കിൽ എന്താണ് നമ്മളെ മുൻകൂറായിട്ട് പറയാൻ പറ്റുന്നത്? ഇപ്പം ഈ സ്ട്രെങ്ത് ബിഗെറ്റ്സ് സ്ട്രെങ്ത്. ഇപ്പം നാച്ചുറലി നമ്മളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡർ മുകളിലുണ്ടെങ്കിൽ, അയാൾ പറയുന്ന കാര്യം ചെയ്യുമെന്നൊരു ഉറപ്പുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ചിന്ത ഉണ്ടാവും, ഓക്കെ അമേരിക്ക എന്താണ് ചെയ്യാൻ പോകുന്നതിനകത്ത്. ഇപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയെ ആർക്കും പേടിക്കേണ്ടാത്ത സിറ്റുവേഷൻ ആണ്. അമേരിക്ക എന്ന് പറയുന്നത് ലോക പോലീസാണെന്ന് പറയുമെങ്കിലും
ഒരിക്കലും അവരുടെ സ്ട്രെങ്ത് ഉപയോഗിക്കാൻ ധൈര്യമില്ലാത്തൊരു ലോക പോലീസായിട്ട് അമേരിക്കനെ മുദ്ര കുത്തി കഴിഞ്ഞു. അതുകൊണ്ടാണ് പുടിൻ വാറിന് പോയതും. ഇറാൻ തന്നെ ഫോർ എക്സാമ്പിൾ ട്രംപിന്റെ കാലത്ത് അവർ യാതൊരു രീതിയിലും സാമ്പത്തികമായിട്ട് ഈ തീവ്രവാദത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള പൈസ ഇല്ലാതെ ഞെങ്ങി ഞെരുങ്ങിയിരുന്ന സാഹചര്യത്തിലാണ് ബൈഡൻ കൊണ്ടുപോയി അവർക്ക് ഒത്തിരി കാശ് കൊടുക്കുന്നത്. പെൻഡിങ് ആയിട്ടിരുന്ന മണി എന്നുള്ള വ്യാജേന അവരുടെ ഓയിലിന് എക്സ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ പല രീതിയിലും ബൈഡനാണ് ഇറാൻ ഇത്രയും സ്ട്രോങ് ആക്കിയത്. മണി ഉണ്ടെങ്കിലല്ലേ ഇത് തീവ്രവാദത്തിനുള്ള കാശ് കൊടുക്കാൻ പറ്റുള്ളൂ, ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും കാശ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനുള്ള സാഹചര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തത് ഈ ട്രംപും ബൈഡനും കമല ഹാരിസും കൂടിയാണ്. അപ്പം ഈ ഒരു സെനാരിയോയിൽ അമേരിക്ക കൃത്യമായിട്ടുള്ള ഒരു പോളിസി ഇല്ലാതെ എല്ലാവരെയും പ്ലീസ് ചെയ്യാൻ ശ്രമിക്കുക. ബട്ട് അറ്റ് ദ സെയിം ടൈം വാർ വന്നു കഴിയുമ്പോഴത്തേക്കും ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ വാർ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ മുഴുവൻ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതിന്റെയൊക്കെ പുറകിൽ ഒന്നുകിൽ ഇവിടുത്തെ ഈ വാർ മെഷീനറി, ഈ ഒരു മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന്റെ ഒരു കറുത്ത കരങ്ങളുണ്ട്. അതല്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും ബൈഡന്റെ കഴിവുകേടാണ്. പക്ഷെ ട്രംപ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ട്രംപിനെ ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു പ്രസിഡന്റാണ്. ലോജിക്കലായിട്ട് അമേരിക്കയ്ക്ക് എന്താണ് നല്ലത്, ഇനി അമേരിക്കയുടെ നന്മയുടെ കാര്യം ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലോകത്തിന് എന്താണ് നല്ലത്, അങ്ങനെ ഒരു ചിന്തയിൽ പോകുന്ന ഒരാളാണ് ട്രംപ്. ട്രംപിന് ആർക്കും അധികം കാര്യം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല. നാച്ചുറലി ഈസ് എ വെരി സ്ട്രോങ് ലീഡർ. ജനങ്ങൾ പുള്ളിന് ഒരു റെസ്പെക്ട് കൊടുക്കുന്ന ഒരു ലീഡറാണ് ഇന്റർനാഷണൽ ലെവലിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളി വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾക്ക് പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഈ പുടിനുമായിട്ട് തന്നെ ആവശ്യമില്ലാത്തൊരു ശത്രുത നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ യുക്രൈന്റെ സെനാരിയോയിൽ പൂർണ്ണമായിട്ടും യുക്രൈന്റെ കൂടെ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ഈ റഷ്യ പിടിച്ചെടുത്ത ഭാഗങ്ങൾ പലതും വളരെ വാസ്റ്റ് ആയിട്ടുള്ള റഷ്യൻ സ്പീക്കിംഗ് മെജോറിറ്റി ഉള്ള ആൾക്കാരുള്ള സ്ഥലങ്ങളാണ്. അപ്പം ഒരു നാച്ചുറൽ ആയിട്ട് ഒരു റീസണബിൾ റാഷണൽ ആയിട്ടുള്ള ഒരു തിങ്കിങ് ഇതിനകത്ത് നമ്മൾ കാണാനില്ല. നമുക്ക് ഈ നാറ്റോ എന്ന് പറയുന്ന ആ ഒരു സംഭവം, അതിനകത്ത് യുക്രൈനെ കൂട്ടാനുള്ള ഒരു ശ്രമമാണ് റഷ്യനെ ഇത്രയും കൂടുതൽ ശത്രുത ഉണ്ടാക്കുന്നത്. ഇപ്പൊ നിങ്ങൾ യൂറോപ്പിൽ താമസിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഈ നാറ്റോയിലേക്ക് യുക്രൈനെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാൻ പോകുന്ന അമേരിക്കയുടെ മിസൈലുകളെല്ലാം റഷ്യയുടെ ബോർഡറിലേക്ക് വരുവാണ്. അത് ഏത് രാജ്യത്തിനാണ് അത് സഹിക്കാൻ പറ്റുക? അപ്പോൾ റഷ്യ നമുക്ക് പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്താൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ? ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരു ലീഡർ, ലോകത്തിലെ പ്രശ്നങ്ങൾ രണ്ട് സൈഡിന്റെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കി ചിന്തിക്കുന്ന ഒരു ലീഡർ, അതായിരിക്കും ട്രംപ്. വേറെ ഒരു മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന്റെ പേരിലോ മണി ഉണ്ടാക്കാനായിട്ടുള്ള കമ്പനികളുടെ ആക്രാന്തത്തിന്റെ പേരിലോ ഒരു പോളിസി എടുക്കുന്ന ഒരാളായിരിക്കില്ല ട്രംപ്. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രംപ് വന്നു കഴിഞ്ഞാൽ ഒരു സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ പുള്ളിക്ക് സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ ഈ അനാലിസിസ് വളരെ ശക്തമുള്ളതാണ്. കാരണം ഇപ്പോൾ തന്നെ ഈ രണ്ട് യുദ്ധങ്ങൾ, അതായത് യുക്രൈൻ അതുപോലെ തന്നെ പാലസ്തീൻ യുദ്ധങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും, മോറലായിട്ട് എല്ലാവരും സ്റ്റേജുകളിലുള്ള വേദികളിൽ പറയും, അതായത് യുദ്ധം വളരെ വിനാശകരമാണ്, അത് നിർത്തണം. അതോടൊപ്പം തന്നെ ടൺ കണക്കിന് മിഷണറീസ് ആ രാജ്യത്തേക്ക്, ഈ രാജ്യങ്ങൾ തന്നെ കയറ്റി അയക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇവിടെ പണ്ടേ ഒരു ചോദ്യം ജനങ്ങളിൽ, മനുഷ്യ മനസ്സുകളിൽ ഉണ്ടായിരുന്നു. കാരണം ഈ യുദ്ധങ്ങൾക്കുള്ള വാർ വെപ്പൺസ് നമ്മൾ സപ്ലൈ കുറച്ചാൽ മാത്രമല്ലേ യുദ്ധം നിൽക്കുകയുള്ളൂ. അപ്പോൾ അത് ഇവിടുത്തെ പല പാർട്ടികളും പറഞ്ഞായിരുന്നു. പക്ഷെ അത് ആരും കൈക്കൊള്ളുന്നില്ല. ഇതിനകത്ത് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഡോക്ടർ ജോസ്. ഇപ്പൊ നമ്മൾ അമേരിക്കയിൽ ഈ പൊളിറ്റിക്സിലെ ഈ പ്രസിഡന്റിന്റെ പവർ എന്ന് പറയുന്നത് ഇത് വളരെ ലിമിറ്റഡ് ആണ്. നമ്മൾ പുറത്ത് നോക്കുമ്പോൾ തോന്നും അമേരിക്കൻ പ്രസിഡന്റ് ഭയങ്കര സ്ട്രോങ് ആണെന്ന് തോന്നും. പക്ഷെ ഇവരുടെ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബ്രീഫിംഗിൽ കൂടി ഈ CIA-യും ഇവിടുത്തെ ഈ ഏജൻസികളും ഈ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സും എല്ലാം കൂടി ഇവരെ പുഷ് ചെയ്യുവാണ് ഒരു ഡയറക്ഷനിലേക്ക് പോകാനായിട്ട്. അപ്പൊ അതിന്റെ പുറകിലുള്ളത് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആണ്. ഈ മണി മേക്കിംഗ്, ഫോളോ ദ മണി. എല്ലാ കാര്യത്തിലും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈവൻ വാറിൽ പോലും ഫോളോ ദ മണി ട്രെയിൽ. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് ആരാണ് ഇതിനകത്ത് കളപ്പിട്ട് എന്നുള്ളത്. അമേരിക്കൻ ജനത ഈ യുദ്ധങ്ങളെല്ലാം ആഗ്രഹിക്കുന്നവരല്ല. പക്ഷെ അമേരിക്കൻ ജനതയുടെ മനസ്സിനെ അവർ മണിപ്പുലേറ്റ് ചെയ്ത് അങ്ങനെ ആക്കി തീർക്കുവാണ്. ഈ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ് ഇറാഖിൽ വാറിന് പോയപ്പോൾ ഡിക് ഷെയ്നിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു അവിടെ ഇതൊന്നുമില്ല എന്നുള്ളത്. പക്ഷെ അവർ ക്രിയേറ്റഡ് ദ സെനാരിയോ ടു ക്രിയേറ്റ് ദ വാർ, killing thousands of people, but making a lot of American companies rich. അപ്പം ആ ഒരു സംഭവം ഇപ്പൊ ജോർജ് W. ബുഷ് ഒരു ഒന്നും അറിയാത്ത ഒരാളെ പോലെ നിന്ന് കൊടുത്തു. ബട്ട് അറ്റ് ദ സെയിം ടൈം ട്രംപ് അന്നും അതിനെതിരായിരുന്നു. ആവശ്യമില്ലാത്തൊരു വാറാണ് നമ്മൾ ഇറാഖിൽ ഫൈറ്റ് ചെയ്യുന്നുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളൊക്കെ ട്രംപിന്റെ കൂടെ കൂടുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് എന്താണ് ഈ മനുഷ്യനോട് അവർക്കെല്ലാം ഉള്ള ആരാധന. പക്ഷെ അയാൾ കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യനാണ്. ഇതുവരെ അയാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ആവശ്യമില്ലാത്ത വാറുകൾക്ക് നമ്മൾ പോകരുത്, നമ്മുടെ കുട്ടികളെ അവർ മരിക്കാനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതല്ലേ ശരിക്കും വേണ്ടത്. ഏതൊരു രാജ്യമാണെങ്കിലും അതല്ലേ ചിന്തിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ഈ അമേരിക്കയുടെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിനെ കൺട്രോൾ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു പ്രസിഡന്റ് ഉണ്ടാവണം. ആ പ്രസിഡന്റ് ആണ് ട്രംപിൽ കൂടി നമ്മൾ ആഗ്രഹിക്കുന്നത്. അതാണ് നമുക്ക് പറഞ്ഞോ അല്ല അപ്പൊ അതാണ് പറഞ്ഞോ ഈ സപ്പോർട്ടിന്റെ, ഈ ട്രംപിനോടുള്ള സപ്പോർട്ടിന്റെ ജനങ്ങളുടെ കാര്യമാണ്. ജനങ്ങൾക്ക് ആർക്കും ഈ ലോകത്തിലെ പോലീസുകാരൻ എന്ന് പറഞ്ഞ ഒരു വില്ലൻ ലുക്ക് അമേരിക്കയ്ക്ക് ഉണ്ടാവുന്നത് അമേരിക്കൻ ജനതയ്ക്ക് താല്പര്യമുള്ളൊരു കാര്യമല്ല.
നിങ്ങൾ പുറത്തിരുന്ന് നോക്കുമ്പോൾ നിങ്ങൾ അമേരിക്കയുടെ മൊത്തം അങ്ങനെയാണ്. പക്ഷെ അമേരിക്കൻ ജനതയെ നോക്കുമ്പോൾ അവർ വളരെ നൈസ് ആയിട്ടുള്ള നല്ല മനുഷ്യരാണ്, ഹാപ്പി ഈസി ഗോയിങ് പീപ്പിൾ. അപ്പോൾ അവരെവിടെ ചെന്നാലും അവരിങ്ങനെ ഒരു അമേരിക്കക്കാരെന്നുള്ള രീതിയിൽ ഒരു നെഗറ്റീവ് കണ്ണോടുകൂടി അവരെ കാണുന്നത് അവർക്ക് സന്തോഷമുള്ള കാര്യമല്ല. അതിന്റെ കാരണം നമ്മുടെ കയ്യിലല്ല ഇതിന്റെ കൺട്രോൾ. ജനങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ജനങ്ങൾക്ക് പ്രസിഡന്റ് തിരഞ്ഞെടുക്കാൻ പറ്റും, പക്ഷേ പ്രസിഡന്റ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പ്രസിഡന്റിന് കൺട്രോൾ ഇല്ല. ഇപ്പം ഒബാമ വാറുകൾക്കെല്ലാം എതിരായിട്ട് വന്ന ഒരാളാണ് ഒബാമ. അങ്ങനെയാണ് ഞാനൊക്കെ ഒബാമയുടെ സപ്പോർട്ടറായത്, ഒബാമയെ സപ്പോർട്ട് ചെയ്തത് ഇറാഖ് വാറിന്റെ ആ ഒരു എതിർപ്പ് കൊണ്ട്. പക്ഷെ പുള്ളി അത് കഴിഞ്ഞപ്പോൾ പുള്ളി എന്താ ചെയ്ത് ഏറ്റവും കൂടുതൽ ബോംബ് ചെയ്തതും ഏറ്റവും കൂടുതൽ ഇവരുടെ ഒരു ലീഡറായിട്ട് പുള്ളി കൊണ്ട് മാറി ആ റിങ്ങിന്റെ. അപ്പം നാച്ചുറലി അമേരിക്കൻ പ്രസിഡന്റ്സ് ഹാവ് ടു ഹാവ് ദ കപ്പാസിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ദിസ് പ്രഷേഴ്സ്, നോട്ട് ടു ബിക്കം പാർട്ട് ഓഫ് ഇറ്റ്. അപ്പം അതിന് കാണിക്കുന്ന ആ കപ്പാസിറ്റി കാണിക്കുന്ന ഒരാളാണ് ട്രംപ്. അതുകൊണ്ടാണ് പുള്ളിക്ക് ഇത്രയും ശത്രുക്കൾ ഉണ്ടാവുന്നതും പുള്ളിക്കെതിരെ കേസുകൾ ഉണ്ടാവുന്നതും പുള്ളിക്കെതിരെ വധശ്രമങ്ങൾ ഉണ്ടാവുന്നതും ഇതിനെല്ലാം കാരണം പുള്ളി അവരെ ചലഞ്ച് ചെയ്യുന്നു, ഈ എസ്റ്റാബ്ലിഷ്മെന്റിനെ ചലഞ്ച് ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് പുള്ളിന് ഇഷ്ടം. യാതൊരു ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി അമേരിക്ക ഇടപെടാതെ അമേരിക്കയിലെ ജനങ്ങളുടെ കാര്യം ആദ്യം ടേക്ക് കെയർ ചെയ്യുക, ലോകത്തിലെ റീസണബിൾ ആയിട്ടൊരു ലീഡറായിട്ട് നിലകൊള്ളുക. ഇത്ര നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലപ്പുറം ചെയ്യുന്നത് മണി ഇൻട്രസ്റ്റ് കൊണ്ടാണ് അമേരിക്ക അതിന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ലോകം മുഴുവൻ ഈ ആയുധങ്ങൾ വിറ്റഴിക്കുന്നത്. അതിനെതിരായിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ആണ് ട്രംപ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കാലത്ത് വാറുകളില്ലാണ്ടിരുന്നത്. ഓക്കെ, നമ്മളുടെ സമയം ചുരുങ്ങുന്നത് കൊണ്ട് വരുന്ന ഈ ദിവസങ്ങളിലാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത്. താങ്കൾക്ക് നമ്മളെ ശ്രമിക്കുന്ന അമേരിക്കൻ സുഹൃത്തുക്കളുണ്ടാവും, മലയാളികൾ, അവർക്ക് സിറ്റിസണിനുള്ള വോട്ട് ചെയ്യാൻ പറ്റുന്നു. അവർക്ക് വേണ്ടിയിട്ട് താങ്കൾ അവസാനമായി ട്രംപിന് വോട്ട് ചെയ്യണമെന്നുള്ള ഒരു എങ്ങനെയാണ് അവരോട് പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. ബേസിക്കലി എല്ലാ ആൾക്കാരും അവരുടെ സെൽഫ് ഇൻട്രസ്റ്റ് നോക്കി വോട്ട് ചെയ്താൽ ഒരു രാജ്യത്തിന് പറ്റിയ ഒരു ഭരണകൂടം നമുക്ക് എപ്പോഴും കിട്ടും. സെൽഫ് ഇൻട്രസ്റ്റ് എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ അമേരിക്കനെ സംബന്ധിച്ച് നമ്മൾ ടാക്സ് കൊടുക്കുന്ന ലീഗലായിട്ട് ഇവിടെ വന്ന ആൾക്കാരാണ്. നമ്മളെല്ലാവരും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു, ബിസിനസ്സുകൾ ചെയ്യുന്നു, നമ്മൾ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാക്കുന്നു. നമ്മൾ ഈ പറയുന്ന ഈ ഒരു റിപ്പബ്ലിക്കൻസ് എല്ലാം റേസിസ്റ്റ് ആണ്, ട്രംപ് റേസിസ്റ്റ് ആണ് എന്നുള്ള ആർഗ്യുമെന്റിലെല്ലാം യാതൊരു കഴമ്പും ഇല്ല എന്നുള്ള കാര്യം നമ്മുടെ എക്സ്പീരിയൻസിൽ നമുക്ക് കൃത്യമായിട്ട് കാണാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ റിട്ടോറിക്കൽ വിശ്വസിക്കാതെ, അനാവശ്യമായിട്ട് സ്കിൻ കളർ ബേസ്ഡ് ആയിട്ട് തിങ്ക് ചെയ്യാതെ നമ്മൾ എന്തിനു വേണ്ടി ഈ രാജ്യത്തിലേക്ക് വന്നു പോകും, അത് ഇവിടുത്തെ പ്രോസ്പെരിറ്റിക്കും സക്സസും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നത്. ഇത് ലോകത്തിലെ നമ്പർ 1 രാജ്യമായതുകൊണ്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ അതിനെ ആ ഒരു തലത്തിൽ നിന്നും ഒരു സെക്കൻഡ് റേറ്റ് അല്ലെങ്കിൽ ഒരു തേർഡ് റേറ്റ് രാജ്യമായിട്ട് മാറാൻ സാധ്യതയുള്ള പോളിസികളിലേക്ക്, അതായത് ബോർഡർ ഇല്ലായ്ക, അനാവശ്യമായ സ്പെൻഡിങ് വഴി ഡോളറിന്റെ വില ഇല്ലാണ്ടാവുക, ഇതെല്ലാം സത്യമായിട്ടും ഈ രാജ്യത്തിന്റെ ഒരു ഉറപ്പിനെ, സുസ്ഥിരതയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയെല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത്. നമ്മൾ എന്തിനു വേണ്ടി രാജ്യത്തേക്ക് വന്നോ അത് നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ സാധ്യതയുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാ ഇന്ത്യൻ അമേരിക്കനും അവരുടെ സ്വന്തം സെൽഫ് ഇൻട്രസ്റ്റ് മുമ്പിൽ നിർത്തി അവരുടെ കൊച്ചുങ്ങളുടെയും അവരുടെ പേരക്കിടാങ്ങളുടെയും കാര്യം ഓർത്ത് ഈ രാജ്യം ഇങ്ങനെ തന്നെ നിലനിൽക്കണം എന്നുള്ള ബോധത്തോടു കൂടി റിപ്പബ്ലിക്കൻസിനും ട്രംപിനും വോട്ട് ചെയ്യണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. തീർച്ചയായിട്ടും മാനവ സമൂഹം മുന്നോട്ട് നീങ്ങണം. അപ്പോൾ അത് സമാധാനത്തിൽ പോകണം. ഇപ്പോഴുള്ള യുദ്ധങ്ങൾ ഏകദേശം 2-3 വർഷങ്ങളായിട്ട് നമ്മൾ യുക്രൈൻ യുദ്ധം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകണം. ഈ ലോകത്ത് ജനിച്ച എല്ലാവർക്കും സമാധാനത്തോടുകൂടി ജീവിക്കണം. അതിന് ശാന്തമായിട്ടുള്ള ഒരു രാജ്യം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മളോടുകൂടെ ഇത്രയും സമയം ചെലവഴിച്ച ശ്രീ വിൻസെൻ്റ് പാലത്തിങ്കലിന് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ പാർട്ടി എന്നെ ജയിക്കട്ടെ, അതോടൊപ്പം നല്ലൊരു നേതാവ് അമേരിക്കയിൽ വരട്ടെ, അങ്ങനെ അത് ലോകത്തെ നയിക്കുവാൻ കഴിയട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് വൈൻഡിങ് അപ്പ്. താങ്ക് യു പ്രൊഫസർ ജോസ് ഫിലിപ്പ്.